നമ്മളിപ്പോൾ ഊട്ടിയിലുള്ള കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഊട്ടിയിൽ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലാതെ അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. എന്താണ് ഈ തമിഴ്നാട് സ്റ്റേറ്റിൽ എങ്ങനെ കർണാടക ഹോർട്ടിക്കൾച്ചർ കയറി വന്നു എന്നുള്ളത്. സംഭവം ശരിയാണ്. കർണാടകയിലെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഊട്ടിയിലെ ഈ ഫേൺ ഹില്ലിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഹോർട്ടിക്കൾച്ചർ ഗാർഡന്റെ പിന്നിൽ. പൂന്തോട്ടങ്ങളുടെയും പാർക്കുകളുടെയും സമ്പത്തിന് പേര് കേട്ടിട്ടുള്ള ഈ മലയോര പട്ടണത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുദ്യാനാണ് കേട്ടോ ഇത്. ഒരു അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് സഹകരണം തന്നെ പറയാട്ടോ ഇതിനെ. ഇവിടെ കാണാനപ്പോൾ അടിപൊളി തന്നെയാണ് കേട്ടോ. ഈ ബുഷുകളൊക്കെ രണ്ട് വലിയ മതിലുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ഇടയിൽ കൂടെയാണ് നടന്നു പോണത്. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയിൽ വരുന്നവർ മിസ് ചെയ്യാൻ പാടാത്തൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു സ്ഥലം പണ്ട് പഴയ മൈസൂർ രാജ്യത്തിന്റെ സ്വത്തായിരുന്നു അത്രേ. 1964 മഹാരാജാവ് കർണാടക സർക്കാരിന് ഈ ഒരു സ്ഥലം സമ്മാനിക്കുകയും ചെയ്തു. ആ ഒരു സ്ഥലത്താണ് ഇന്ന് ഈ കാണുന്ന കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ കണ്ട കാഴ്ചകളെ അല്ല കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് മുഴുവനും. ഇവിടെ നമുക്ക് കുറേ പണിക്കാരെ കാണാൻ പറ്റും കേട്ടോ. ഇത്രയും ആൾക്കാരില്ലാതെ ഇങ്ങനെ വലിയൊരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് പോലും പാട് തന്നെയാണ്. മുഴുവനായി നടന്ന് കാണണമെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ ഇതിനകത്ത്. ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ ചെടികൾ വെക്കുകയും അതുപോലെ ഗാർഡൻ കൂടുതലായിട്ട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. അതും നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്കൊരു തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ഒരു കുളമാണ് കാണുന്നത്. ആ കുളത്തിലാണെങ്കിലും ഇഷ്ടംപോലെ മീനുകളുമുണ്ട്. നമ്മളങ്ങനെ തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല നീളത്തിലുള്ള ഒരു പാലം തന്നെയാണ് കേട്ടോ അത്. കയറുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ വാണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുലുക്കരുത്, ചാടരുത്, ഇതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറരുത് എന്നുള്ള തരത്തിലുള്ള എല്ലാ തരം വാണിങ്ങുകളും എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു തൂക്കുപാലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉദ്യാനത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനുണ്ട്. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തെക്ക് വടക്ക് നോക്കി നടക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുള്ളതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കാണുമ്പോഴാട്ടോ മനസ്സിലാവുന്നത്. ഇനി നമുക്ക് കുറെ പൂച്ചെടികൾ കാണാം കേട്ടോ. എല്ലാം ചട്ടികളിലാക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണിയ തീരാത്തത്ര വെറൈറ്റി പൂച്ചെടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ട് വെക്കാൻ തോന്നും കേട്ടോ. അത്രയും അടിപൊളി പൂച്ചെടികളാണ്.
ഇതിനകത്തും ഒരു കുളത്തിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും വെള്ളത്തിൽ വളരുന്ന കുറേ ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ചെടികൾ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായും ഊട്ടിയിൽ വരുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒപ്പം ഈ ഒരു ഗാർഡനും കൂടെ കയറാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം.